ഹലോ, ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുതലേ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പാനല്ല, ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതേ കപ്പിൽ തന്നെ അര കപ്പ് അരിപ്പൊടി, പിന്നെ അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം. അതിനുശേഷം അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ അത്ര കട്ടി വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി വേറൊരു ബൗൾ എടുക്കുക. നമ്മൾ ഇതിനകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ജീരകം, ഇതും കൈകൊണ്ട് നല്ലതുപോലെ ഞെരടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഈവനിങ് സ്നാക്കിന് ഇച്ചിരി എരിയുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അത് ഓവറല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു മീഡിയം, അത്രയേ ഉള്ളൂ കേട്ടോ എരിവ്. അപ്പോൾ അതിലും കുറവ് വേണമെങ്കിൽ ഇതെല്ലാം അളവ് കുറയ്ക്കുക. അതിനുശേഷം വാഴയില എടുക്കുക. വാഴയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടി വേണം വാഴയില എടുക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് എടുത്ത് ഇതേപോലെ കയ്യിൽ വെള്ളം തടവിയിട്ട് നൈസായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഈ ഒരു നടുക്കല്ല, ഇതിൽ മുഴുവനായിട്ട് നമ്മൾ ആ തേങ്ങയുടെ മിക്സ് നിറച്ച് കൊടുത്തിട്ട് വാഴയിലയുടെ അങ്ങേയറ്റം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വാഴയില വാട്ടിയതിന് ശേഷം മാത്രമേ എങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ വാഴയില വിണ്ട് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നാലേ നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. ആ ഒരു നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പം നല്ലൊരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ സ്റ്റീമറിനകത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഞാൻ ആ റോളിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.